ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തടസ്സപ്പെടുത്തിയ കപ്പൽ നീക്കം ഉടൻ പുനഃസ്ഥാപിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനായി ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും ട്രംപ് തേടിയിട്ടുണ്ട്. നേരത്തെ ഹോർമൂസിനടുത്തുള്ള ഖാർഗ് ദ്വീപിൽ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. രണ്ടാഴ്ച മുൻപ് തുടങ്ങിയ യുദ്ധം അവസാനിക്കുന്ന സൂചനകളൊന്നും കാണുന്നില്ല. മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെ യുദ്ധം ഗുരുതരമായി ബാധിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യം അമേരിക്കയ്ക്കെതിരായ രാജ്യാന്തര എതിർപ്പായി ഉയർന്നുവരാൻ സാധ്യതയുണ്ടെന്ന ഘട്ടത്തിലാണ് ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ട്രംപ് അടിയന്തര ഇടപെടൽ നടത്തുന്നത്. കടലിടുക്കിലൂടെ ഉടൻ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇതിനായി രാജ്യാന്തര പിന്തുണയും ട്രംപ് തേടിയിട്ടുണ്ട്. ചൈനയോടും ഫ്രാൻസിനോടും ബ്രിട്ടനോടും കപ്പലുകൾ അയക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഖാർഗ് ദ്വീപിൽ അമേരിക്ക ആക്രമണം നടത്തിയതും ഇതേ ലക്ഷ്യം മുന്നിൽ വെച്ചാണ്. ഖാർഗ് എന്നത് ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്കുള്ള കവാടമാണ്. അതിലേറെ ഖാർഗിലെ സൈനിക കേന്ദ്രമാണ് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സ്വന്തം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ഇറാനെ സഹായിക്കുന്നത്. അതിനിടെ ഇറാനെതിരെ ആക്രമണം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടെന്നും നെതന്യാഹുവിൻ്റെതായി അവസാനം വന്ന വീഡിയോ സന്ദേശം AI വഴി ഉണ്ടാക്കിയതാണെന്നും പ്രചാരണമുണ്ട്. ഇതിൽ ഇസ്രായേൽ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. യുദ്ധം തുടങ്ങിയിട്ട് ഒരിക്കൽ മാത്രമാണ് നെതന്യാഹുവിനെ പുറം ലോകം കണ്ടിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.